ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഈ ഒരു റെസിപ്പിയുടെ സ്വാദ് ഒരിക്കലുണ്ടാക്കി നോക്കി കഴിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ തന്നെ തയ്യാറാക്കി കഴിക്കൂ. അത്രയും ടേസ്റ്റുള്ള നല്ലൊരു റെസിപ്പിയാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് ചക്കയുടെ സീസണാണ്. ചക്ക കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന കുരു വലിച്ചെറിഞ്ഞ് കളയാറാണ് പതിവ്. ഈ ഒരു കുരു നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരുപാട് പോഷകങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതറിയാതെ പോലും നമ്മൾ എത്രയോ വലിച്ചെറിഞ്ഞ് കളഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരാളും ഒരു ചക്കക്കുരു പോലും വലിച്ചെറിഞ്ഞ് കളയില്ല. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടാണ് നമ്മളിത് നല്ലൊരു ചക്കക്കുരു ഉണ്ട തയ്യാറാക്കിയെടുക്കുന്നത്. ചക്കക്കുരു ഉണ്ട തയ്യാറാക്കാനായിട്ട് ആകെ കൂടി ബുദ്ധിമുട്ടുള്ളത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന താമസമാണ്. ഒരുപാട് പോഷക മൂല്യങ്ങൾ അടങ്ങിയ ഈ ഒരു ചക്കക്കുരു കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടും നല്ല എളുപ്പത്തിലും നല്ലൊരു ചക്കക്കുരു ഉണ്ട തയ്യാറാക്കി കഴിക്കാം. അപ്പോൾ എങ്ങനെയാണ് ചക്കക്കുരു കൊണ്ട് നല്ലൊരു ഹെൽത്തി സ്വീറ്റ് റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. ചക്കക്കുരു ഉണ്ട തയ്യാറാക്കാനും വേണ്ടിയിട്ട് 300 ഗ്രാം അളവിലാണ് ചക്കക്കുരു എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്. ചക്കക്കുരുവിൻ്റെ തോലെല്ലാം ഒന്നെടുത്ത് മാറ്റിയതിന് ശേഷം ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്ത് കൂടെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചക്കക്കുരു നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുള്ള എളുപ്പത്തിനായിട്ട് നല്ലവണ്ണം കഴുകിയതിന് ശേഷം ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയും കൂടി എടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ വെയിലത്ത് വെക്കാൻ താല്പര്യമില്ലെങ്കിൽ ചട്ടിയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഫ്രൈ ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരു ദിവസം വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്തിട്ടുള്ള ചക്കക്കുരുവിനെ നമുക്ക് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനായിട്ട് ചൂടായ പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുവാണ്. അതിനുശേഷം നല്ലപോലെ മുരിഞ്ഞു വരുന്നത് വരെയും നമുക്ക് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാനിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം സിമ്മിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും. അല്ലെങ്കിൽ ചക്കക്കുരുവിൻ്റെ ഉൾഭാഗമൊന്നും മുരിയാതെ പുറം ഭാഗം വളരെ എളുപ്പത്തിൽ തന്നെ കരിഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ തീയിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ഒരു ചക്കക്കുരു ഫ്രൈ ചെയ്തെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ഇത്രയും രുചികരമായിട്ടുള്ള നല്ലൊരു വിഭവം നമുക്ക് തയ്യാറാക്കാനായിട്ടും. വെറുതെ ഇനി ആരും ചക്കക്കുരു കളയില്ലേ. വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ലൊരു റെസിപ്പി നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചക്കക്കുരു നല്ലവണ്ണം തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ചക്കക്കുരു ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ ശർക്കര പാനി ഒന്ന് ഉരുക്കിയെടുക്കണം. ഇനി ഫ്രൈ ചെയ്തെടുത്ത ചക്കക്കുരുവിൻ്റെ പാകം ഒന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ ഒരു ചക്കക്കുരു എടുത്തിട്ട് കൈകൊണ്ട് ഒടിച്ചു നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഒടിഞ്ഞു കിട്ടുവാണെങ്കിൽ നല്ലവണ്ണം മുരിഞ്ഞു എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത ചക്കക്കുരുവിനെ ഒരു അരിപ്പയിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഇതിൻ്റെ ആ പൊട്ടും പൊടിയൊക്കെ ഒന്ന് അരിച്ചുകൂടെ മാറ്റാം. നല്ല കിലുകിലാന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ ഫ്രൈ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു രീതിയിലായിരിക്കണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടതും. ഈ ഒരു സമയത്ത് നമ്മുടെ ശർക്കരപ്പാനി നല്ലതുപോലെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. ശർക്കരപ്പാനി ഉരുക്കിയെടുക്കുമ്പോൾ വെള്ളം കുറച്ച് നല്ല കട്ടിയായിട്ട് വേണം ഉരുക്കിയെടുക്കാനായിട്ടും. ഞാനിവിടെ 300 ഗ്രാം അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കരപ്പാനി മാത്രം മതിയാകും. ഇപ്പോൾ ചൂടാറി വന്നിട്ടുള്ള ചക്കക്കുരുവിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുവാണ്. അതിനുശേഷം നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ ഇവിടെ പൊടിച്ചു എടുത്തിട്ടുണ്ട്. ഇനി പൊടിച്ചെടുത്ത ചക്കക്കുരുവിലേക്ക് ഒരു 10 ഏലക്കയും 1/2 സ്പൂൺ അളവിൽ നല്ല ജീരകം കൂടെ ചേർക്കണം. വീണ്ടും നല്ലതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചക്കക്കുരു ഉണ്ട തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് വീണ്ടും അതേ പാൻ തന്നെയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. പാൻ ചൂടായി വരുമ്പോൾ 2 സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർക്കണം. നെയ്യ് ചേർത്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ഉണ്ടയ്ക്ക് പ്രത്യേക ടേസ്റ്റൊക്കെ കിട്ടുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു നെയ്യിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങ കൂടി ചേർത്ത് ഒന്ന് ചെറിയ തീയിൽ വെച്ച് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്ന തേങ്ങയിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കണം. ഇനി ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ തേങ്ങയുടെ കളറ് ഇതേ ഒരു പാകത്തിലേക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു സമയത്ത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ചക്കക്കുരു പൊടിയാണ് ചേർക്കേണ്ടത്. ചക്കക്കുരു പൊടിച്ചത് കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പ് ശർക്കര പാനിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും കുറച്ച് ഭാഗം മാത്രം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർക്കാം. 1/2 കപ്പ് ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കുന്നുണ്ട്. ചക്കക്കുരു പൊടിയും ശർക്കര പാനിയും നല്ലതുപോലെ ഒന്ന് യോജിച്ച് കിട്ടണം. അതുവരെയും നമുക്ക് നല്ലതുപോലെ ചെറിയ തീയിൽ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഞാനിവിടെ കുറച്ചുകൂടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 150 ഗ്രാം അളവിൽ മാത്രമാണ് ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ശർക്കരപ്പാനി ഒഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ കൂട്ട് നല്ല കട്ടിയായിട്ടൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ചൂടാറി കിട്ടണം. ഈ ഒരു പാനിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ നല്ലതുപോലെ ഇളക്കി ഒന്ന് ചൂടാറ്റിയെടുക്കണം. അതിനുശേഷം ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കൊന്ന് ഉരുട്ടിയും കൂടി എടുക്കാം. ഞാനിപ്പോൾ ചെറിയ ബോളുകളൊക്കെയാണ് ഉരുട്ടിയെടുക്കുന്നത്. ഉരുട്ടിയെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ അവലോസുണ്ടയൊക്കെ തയ്യാറാക്കുന്നത് പോലെ ചെറിയ ചൂടോടുകൂടി തന്നെ വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ചൂടാറിക്കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ സെറ്റായി മാറും. ഇനി ഉരുട്ടിയെടുത്ത ചക്കക്കുരു ഉണ്ട ഒരു പാത്രത്തിലേക്ക് കൂടെ മാറ്റുന്നുണ്ട്. അതിനുശേഷം അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ചക്കക്കുരു ഉണ്ട ഞാനിവിടെ എല്ലാം ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത തനി നാടൻ പലഹാരമാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നമ്മുടെ വീട്ടിൽ നിത്യവും വലിച്ചെറിഞ്ഞ് കളയുന്ന ഈ ഒരു ചക്കക്കുരു കൊണ്ട് ഇത്രയും ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു വിഭവം നിങ്ങൾ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ഒരു ചാനൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദിയും സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.